നമസ്കാരം. ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിക്കുമോ? അതോ കൂടുതൽ രാജ്യങ്ങൾ ഇസ്രായേലിനും ഇറാനും പിന്തുണയുമായി രംഗത്ത് വരുമോ? അങ്ങനെ ഈ യുദ്ധം മറ്റൊരു ലോകമഹായുദ്ധത്തിലേക്ക് മാറുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയർന്നു വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു നിർണായക പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് ഇസ്രായേൽ. മാസങ്ങൾ നീണ്ടുനിന്ന ഏറ്റുമുട്ടലിനൊടുവിൽ വെടിനിർത്തൽ കരാറിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഇസ്രായേലും ഹിസ്ബുള്ളയും. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് വെടിനിർത്തൽ കരാർ അംഗീകരിച്ചത്. എന്നാൽ ലെബനനിൽ എന്ത് സംഭവിക്കുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും വെടിനിർത്തൽ കരാറിന്റെ കാലാവധി തീരുമാനിക്കപ്പെടുന്നതെന്നാണ് നെതന്യാഹു അടിവരയിട്ട് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് വന്നാൽ, കരാർ ലംഘിച്ച് ഏതെങ്കിലും രീതിയിൽ ആക്രമണം നടത്താൻ ഹിസ്ബുള്ള ശ്രമിച്ചാൽ ഞങ്ങൾ ശക്തമായി തന്നെ തിരിച്ചടിക്കും. അതിർത്തിക്ക് സമീപത്ത് നിന്നും തുടച്ചു നീക്കിയ അടിസ്ഥാന സൗകര്യങ്ങൾ പുനർനിർമ്മിക്കാൻ തീവ്രവാദികൾ ശ്രമിച്ചാലും അതിനെതിരെയും പ്രതികരിക്കും. ആക്രമണം തുടങ്ങിയ ദിവസങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഹിസ്ബുള്ള ഭീകരർ ഏറെ ദുർബലരായിരിക്കുകയാണ്. ഭീകര സംഘടനയുടെ നേതൃത്വ നിരയും അവരുടെ ആയുധശേഷിയും തകർത്തെറിയാൻ ഇസ്രായേൽ സൈന്യത്തിന് സാധിച്ചു. ഇറാനിൽ നിന്ന് ഇസ്രായേലിനെതിരെ ഉയരുന്ന ഭീഷണിയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക, സേനാ വിഭാഗത്തിന് വിശ്രമം നൽകിക്കൊണ്ട് ആയുധശേഖരം വർദ്ധിപ്പിക്കുക, ഹമാസിനെ ഒറ്റപ്പെടുത്തുക എന്നീ ലക്ഷ്യങ്ങളാണ് വെടിനിർത്തൽ കരാർ അംഗീകരിക്കുന്നതിന് കാരണമായത്. അത് ഞാൻ ഇവിടെ തുറന്നു പറയുകയാണ്. രഹസ്യമായ കാര്യമല്ല അതെന്നുമാണ് നെതന്യാഹു അറിയിച്ചിരിക്കുന്നത്. ഹമാസിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് ഹിസ്ബുള്ള ഭീകരർ ഇസ്രായേലിനെതിരെ ആക്രമണം തുടങ്ങിയത്. കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ ഇരു കൂട്ടരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ കൂടുതൽ രൂക്ഷമാവുകയായിരുന്നു. ഇസ്രായേൽ യുദ്ധം തുടങ്ങിയിട്ട് ഇക്കഴിഞ്ഞ ഒക്ടോബറിൽ ഒരു വർഷം പിന്നിട്ടിരുന്നു. കഴിഞ്ഞ വർഷം ഇസ്രായേലികളും വിദേശികളുമായി 1200 പേരെ ഹമാസ് ഭീകരർ വധിച്ചിരുന്നു. 250 പേര് തട്ടിക്കൊണ്ടുപോയി. സ്ത്രീകളെ നഗ്നരാക്കി കെട്ടിവലിക്കുന്നതും ക്രൂരമായി പീഡിപ്പിക്കുകയും ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ ഏവരെയും കരയിപ്പിക്കുന്നതായിരുന്നു. ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ രഹസ്യാന്വേഷണ വീഴ്ചയായിരുന്നു അന്ന് സംഭവിച്ചത്. ലോകത്തെ ഏറ്റവും മികച്ച രഹസ്യാന്വേഷണ വിഭാഗം എന്ന പേരുകേട്ട മൊസാദ് ലോകത്തിന്റെ മുമ്പിൽ തല താഴ്ത്തുകയും ചെയ്യേണ്ടി വന്നു. അപ്രതീക്ഷിത തിരിച്ചടിയുടെ ഞെട്ടലിൽ നിന്നും തിരിച്ചെത്തിയ ഇസ്രായേൽ ഭീകരർക്കെതിരെ നീണ്ട യുദ്ധം ആരംഭിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചു. പദ്ധതികൾ അതിവിദഗ്ധമായി തന്നെ തയ്യാറാക്കിയ പദ്ധതികൾ അണുവിട പിഴയ്ക്കാതെ നടപ്പാക്കാൻ തുടങ്ങി. തുടർന്ന് ഗാസയിലും ലെബനനിലും ഇറാനിലും ആക്രമണം നടത്തുന്നതോടൊപ്പം ഭീകര നേതാക്കളെ തെരഞ്ഞു പിടിച്ചു വധിച്ചു. ഹിസ്ബുള്ളയെ 32 വർഷം നയിച്ച ഹസറുള്ളയെ വധിച്ചത് ഒളിച്ചിരുന്ന ഭൂമിക്കടിയിലെ രഹസ്യ അറ തുളച്ച് തകർത്തായിരുന്നു. ഇതിനായി ഉപയോഗിച്ചത് 80 ടണ്ണോളം വരുന്ന ബങ്കർ ബോംബായിരുന്നു. നേതൃനിരയിലെ ഓരോ ഭീകരനെയും 1, 2, 3 എന്ന് പറയും പോലെ വധിച്ചു. ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും മനോവീര്യം ചോർത്തിക്കളയുന്ന തന്ത്രങ്ങൾ ഇസ്രായേൽ ആവിഷ്കരിച്ചു. ഇപ്പോൾ വെടിനിർത്തൽ കരാറിൽ എത്തിയെങ്കിലും ആക്രമിച്ചാൽ തിരിച്ചാക്രമിക്കുമെന്ന് തന്നെയാണ് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകുന്നത്. ഈ സമാധാനം തുടരുമോ അതോ കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തതയാണോ ഇതെന്നൊക്കെ കാത്തിരുന്ന് കാണണം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.